നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ചെറുതുരുത്തി കേരള കലാമണ്ഡലവും കോട്ടയം ഗുരു ഗോപിനാഥ് ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള നടനം ശില്പശാലയ്ക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തിരിതെളിഞ്ഞു. ചെറുതുരുത്തി കേരള കലാമണ്ഡലവും കോട്ടയം ഗുരു ഗോപിനാഥ് ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള നടനം ശില്പശാലയ്ക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തിരിതെളിഞ്ഞു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വി കെ ചെല്ലപ്പ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇനിയുള്ള 3 ദിവസങ്ങളിലായി നടനം, നാട്യം, നൃത്തം എന്നീ ഇനങ്ങളിൽ വിവിധ പഠന ക്ലാസുകളാണ് ശില്പശാലയുടെ ഭാഗമായി നടക്കുക. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള കലാവിദ്യാർത്ഥികൾക്ക് പുറമെ കടൽ കടന്ന് മസ്കറ്റിൽ നിന്നു പോലും 5ഓളം പേർ ഈ സവിശേഷമായ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാനായി കലാമണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് നൃത്തവിഭാഗം മുൻ മേധാവി പ്രൊഫസർ എസ് ലേഖ തങ്കച്ചി, സ്വാതി തിരുനാൾ കോളേജ് പ്രൊഫസറും നാട്യശ്രീ പുരസ്കാര ജേതാവുമായ നന്ദനംകോട് വിനയ് ചന്ദ്രൻ എന്നിവരാണ് 3 ദിവസത്തെ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നതും ക്ലാസുകൾ നയിക്കുന്നതും. ചടങ്ങിൽ പ്രശസ്ത സിനിമാ നടനും കലാമണ്ഡലം നൃത്ത വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ RL വി രാമകൃഷ്ണൻ, കലാമണ്ഡലം കഥകളി നടൻ സുദീപ്, ആതിര ജി സുന്ദരൻ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള നടനം എന്ന വിഷയത്തെക്കുറിച്ച് 3 ദിവസത്തെ ശില്പശാലയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥ് കേരളത്തിനെന്നല്ല നമ്മുടെ കലാലോകത്തിന് തന്നെ നൽകിയ ഒരു ഉത്കൃഷ്ടമായ കലയാണ് കേരള നടനം. എന്താണ് കേരള നടനം? കേരളം നമ്മുടെ മനോഹരമായ നമ്മുടെ നാട്. നടനം എന്നാൽ നാട്യം, നൃത്തം, നൃത്യം ഇവ 3ഉം ചേരുന്നതിന് ഒരൊറ്റ വാക്കാണ് നടനം എന്ന വാക്ക്. 1931 മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കഥകളി ആചാര്യന്മാരായിരുന്നു. അവരുടെ കൂടെ അദ്ദേഹം 13 വർഷം കഥകളി അഭ്യസിച്ച് കേരള കലാമണ്ഡലത്തിൽ ശ്രീ വള്ളത്തോളിൻ്റെ അനുഗ്രഹത്തോടും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി 1931-32 കാലഘട്ടത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹനർത്തകിയും അമേരിക്കൻ വനിതയുമായ രാഗിണി ദേവിയുമായി ചേർന്നുകൊണ്ടാണ് കഥകളിയെ ലളിതവൽക്കരിച്ച ഈ ഒരു പുതിയ നൃത്ത ശൈലിക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നത്. എത്ര ദിവസമാണ് ഇപ്പോൾ ഈ ശില്പശാല കലാമണ്ഡലത്തിൽ? ഈ ശില്പശാല ഇവിടെ ഞങ്ങൾ 3 ദിവസമാണ് നടത്തുന്നത്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ 1998 മുതൽ ഇത് യുവജനോത്സവ വേദിയിൽ ഒരു മത്സരമിനമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേരള നടനം എന്താണ്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരിലേക്കും ശരിയായ കേരള നടനം എത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഈ ശില്പശാല നടത്താൻ എല്ലാ ജില്ലകൾ തോറും പോകുന്നത്. കേരള നടനത്തിന്റെ തനത് ശൈലിയും ശാസ്ത്രീയ വശങ്ങളും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. നമസ്തേ, എൻ്റെ പേര് ശാരിക കെ പണിക്കർ. ഞാൻ മസ്കറ്റിലെ സ്വസ്തിക എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. ഇവരെല്ലാവരും തന്നെ എൻ്റെ സ്റ്റുഡൻസാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലേഖ തങ്കച്ചി ടീച്ചറിൻ്റെ കീഴിൽ നടനം അഭ്യസിച്ചു വരുന്നു. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള വർക്ക്ഷോപ്പുകൾ ടീച്ചർ ഞങ്ങളെ അറിയിക്കാറുണ്ട്. ഇതാദ്യമായിട്ടാണ് എനിക്കും എൻ്റെ സ്റ്റുഡൻസിനൊപ്പം ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ 3 ദിവസം ഇവിടെ താമസിച്ച് പങ്കെടുക്കുവാനും കേരള നടനം എന്ന് പറഞ്ഞ ഈ ഒരു മഹത്തായ കലാരൂപത്തെ കൂടുതൽ അറിയാനും, അതുപോലെ എൻ്റെ സ്റ്റുഡൻസിനും വിദേശത്തായതുകൊണ്ട് പല പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ശില്പശാല എനിക്കും എൻ്റെ കുട്ടികൾക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന് ഞങ്ങളെ
അറിയിച്ച ടീച്ചറിനും എല്ലാവർക്കും വളരെയധികം. CCV ന്യൂസ് ചെറുതുരുത്തി. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡി ക്ലിനിക്, മായന്നൂർ.